സീക്രട്ട് ഏജൻറ്റിൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൽ നന്ദന, നിഷാന, പിന്നെ ഈ സീക്രട്ട് ഏജൻറ്റിൻ്റെ വൈഫായിട്ടുള്ള സ്നേഹ അവരൊക്കെ ഉണ്ടായിരുന്നു. സോ വലിയൊരു അപകടം അകത്തുള്ളവർക്ക് ആർക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും വണ്ടി ബാക്ക് സൈഡ് ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നന്ദനേനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ പോയത്. അപ്പോൾ 2 വണ്ടിയിലായിട്ടാണ് പോയത്. സിജോയുടെ വണ്ടിയിലായിരുന്നു സീക്രട്ട് ഏജൻറ്റ് കയറിയിട്ടുണ്ടായിരുന്നത്. കാര്യം അവർക്ക് എന്തൊക്കെയോ സംസാരിക്കണമെന്ന് സീക്രട്ട് ഏജൻറ്റ് ചാനലിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പട്ടാമ്പി അടുത്ത് വെച്ചാണ്. അപ്പോൾ പട്ടാമ്പിയിലാണ് നന്ദനേനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ ഉദ്ദേശിച്ചപ്പോൾ നൈറ്റ് ഡ്രൈവ് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. സോ അങ്ങനെ അവർ പോയി. അപ്പോൾ ഇവർ 2 കിലോമീറ്റർ വ്യത്യാസത്തിൽ നിന്നപ്പോൾ പെട്ടെന്ന് സ്നേഹ വിളിച്ചിട്ട് പറഞ്ഞ് ആക്സിഡൻ്റ് ആയി എന്നുള്ള കാര്യം പറയണം. അപ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ സ്ഥലത്തോട്ട് എത്തുന്നുണ്ട്. അപ്പം ഒരു പ്രീമിയം വണ്ടി ആയതുകൊണ്ട് തന്നെ അകത്തുള്ളവർക്ക് വലിയ രീതിയിലുള്ള ഒരു പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല എന്നാണ് വീഡിയോയിൽ സീക്രട്ട് ഏജൻറ്റ് പറയുന്നത്. കാരണം ഇപ്പോൾ ഉള്ളയിൽ നന്ദനയ്ക്കൊന്ന് തലയിൽ ഒരു ഇടി, പിന്നെ നിഷാനയ്ക്കൊന്ന് മൊത്തത്തിലൊന്ന് കുലുങ്ങി, കാരണം ഉറങ്ങിയായിരുന്നെന്ന് തോന്നുന്നു. സോ അല്ലാതെ സ്നേഹിക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം പൊതുവേ മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല. കാരണം പിന്നെ വണ്ടിയല്ലല്ലോ, അവിടെ മനുഷ്യൻ്റെ ജീവനാണല്ലോ നോക്കുന്നത്. പിന്നെ സംഭവം നടന്നതെന്ന് വെച്ചാൽ പിറകെ വന്നൊരു പച്ചക്കറി ലോറി വന്ന് ഇടിച്ചതാണ്. അപ്പം ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു തടി ലോറി ഉണ്ടായിരുന്നു, അതിന് ഫ്രണ്ടിൽ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. സോ മഴയായിരുന്നു, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ എന്തൊക്കെയോ കൊണ്ട് ഇവരുടെ ഭാഗത്താണ് തെറ്റെന്ന്, അതായത് പച്ചക്കറി ലോറിക്കാണ് തെറ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന കാര്യമൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.